അതും അതായത് സ്ഥലത്ത് ബ്ലോക്ക് കണ്ട് മടുത്തു, പൊറുതിമുട്ടി എന്നാണ് നാട്ടുകാർക്ക് പൊതുവേ പറയാനുള്ളത്. ഇപ്പോൾ നമ്മളെ തൊട്ട് പിറകിലായുള്ള സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം 2 ആംബുലൻസുകൾ കുടുങ്ങി 2 പേർ മരണപ്പെട്ടത്. എന്താണ് അവസ്ഥ? അതായത് ഇവിടെ ഇപ്പോൾ ഈ ഒരു 10 കിലോമീറ്ററോളം ദൂരം ഇവിടുന്ന് ഈ കാക്കഞ്ചേരി മുതൽ ഏകദേശം വെളിമുക്ക് വരെ പുതിയ റോഡ് ഓപ്പണാണ്, തുറന്നു കൊടുത്തിട്ടുണ്ട് വാഹന ഗതാഗതത്തിന്. അപ്പോൾ അത് 3 ട്രാക്കിലൂടെ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ഈ കാക്കഞ്ചേരിയിലെത്തുമ്പോൾ അത് ഒറ്റ ട്രാക്കായിട്ട് മാറുകയാണ്. ഒറ്റ ട്രാക്കായിട്ട് മാറുക മാത്രമല്ല, നിലവിൽ ആ ഒരു ട്രാക്ക് തന്നെ പിന്നെ റോഡ് വളരെ മോശം, ചെമ്മണ്ണിട്ട സാധാ റോഡ്. അപ്പോൾ അങ്ങനെയുള്ള റോഡിലൂടെ ഈ വാഹനങ്ങൾ കുത്തി കുലുങ്ങി പോകുമ്പോൾ 3 ട്രാക്കിലൂടെ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ഒരു നിരയായിട്ട് പോവുകയാണ്. അതാണ് ഇത്രയും വലിയ ബ്ലോക്ക്. അതൊരു കിലോമീറ്ററോളം ഈ 3 ട്രാക്കിൽ 3 നിരയായിട്ട് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്രയും ദിവസങ്ങളായിട്ട് കാണുന്നത്. പക്ഷേ ഈ കരാർ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള വർക്കൊന്നും അവർക്ക് പിന്നെ ഒരു വലിയ പ്രാധാന്യം നൽകുന്നില്ല. പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിനും ഒരു പ്രാധാന്യം നൽകുന്നത്. ഇവരെ നിയന്ത്രിക്കാൻ ഒരു സത്യം പറഞ്ഞാൽ ആരുമില്ല. ഇത് ജനങ്ങളെ, അതായത് ഈ സർവീസ് റോഡുകളായാലും ഈ ഓട നിർമ്മാണമായാലും പൊതുജനങ്ങൾക്ക് വേണ്ടി ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ, ഗതാഗതം തടസ്സപ്പെട്ട് നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പുനഃസ്ഥാപിക്കാൻ ഒരുപാട് സമയമെടുക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മെഷീനറിയും ഇവരുടെ സംവിധാനങ്ങളും വെച്ച് ഇവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിലൊക്കെ പണി തീർത്ത് പെട്ടെന്ന് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ പറ്റും. പക്ഷെ അവർ ഒരു തരത്തിലൊരു പ്രാധാന്യം നൽകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവരെ നിയന്ത്രിക്കാൻ ആരുമില്ല. അപ്പോൾ അതിൽ പൊതുജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പിന്നെ യാത്രയിൽ കുടുങ്ങി പൊറുതി മുട്ടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ദിവസങ്ങളോളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആംബുലൻസുകളൊക്കെ ബ്ലോക്കിൽ പെട്ടുപോയാൽ നമ്മൾ തന്നെ അല്ലേ ബ്ലോക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കും കൂടെ വേണം. അതെ, ഇവിടെ ഇപ്പോൾ ഈ ആംബുലൻസുകാർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് വഴി നമുക്ക് നിർദ്ദേശം നൽകുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഈ റോങ് സൈഡിലൂടെ വന്നിട്ട് ഇവിടുന്ന് ഇതിലൂടെ കയറ്റി വിടാറുണ്ട്. അത് നമുക്ക് നേരത്തെ നിർദ്ദേശം കിട്ടുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഒരുപാട് ആംബുലൻസുകൾ ഇതിൽ കയറ്റി വിടാറുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഗതാഗതം തടസ്സപ്പെടുത്തും. എന്നിട്ട് വാഹനം റോങ് സൈഡിലൂടെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകേണ്ട വാഹനങ്ങൾ അവിടെ തടഞ്ഞു നിർത്തും. എന്നിട്ട് റോങ് സൈഡിലൂടെ വന്നിട്ട് കോഴിക്കോട്ടേക്ക് സുഖമായിട്ട് പോവാം. പക്ഷേ ഇത് പെട്ടെന്ന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവർക്ക് ഗ്രൂപ്പുണ്ട്, എമർജൻസി ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഞാനും അങ്ങാണ്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇത് യാദർശികമായിട്ട് അറിയാതെ വന്ന് പെട്ടുപോവാണ്. ഇതിപ്പോൾ സർവീസ് റോഡ് മോശമാണ്. ഈ സർവീസ് റോഡ് നല്ല ടാറിങ് ചെയ്താൽ വാഹനങ്ങൾ സ്പീഡായിട്ട് പോകും. പക്ഷെ അതും ചെയ്യുന്നില്ല. ഇത്രയും മെഷീനറിയും സംവിധാനങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉള്ള ആ ഭാഗം സർവീസ് റോഡിലുള്ള ആ ടാറിങ് കുണ്ടും കുഴിയും എന്ന് പറഞ്ഞ ടാറിങ്ങാണ്. അത് നല്ലൊരു ടാർ ചെയ്താൽ വാഹനം സ്പീഡിൽ പോകും. അപ്പോൾ ഒന്നും കൂടി പിന്നെ വാഹനങ്ങൾ പെട്ടെന്ന് ഒഴിഞ്ഞു പോകും. അതായത് സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും ഒരു പ്രാധാന്യം ഈ കരാർ കമ്പനിയുടെ ഭാഗത്തുനിന്ന് നൽകുന്നില്ല എന്നുള്ളതാണ്. ആരും ഇവരെ നിയന്ത്രിക്കാനില്ല. ഇപ്പം തന്നെ ഈ പണി ഞാൻ പറഞ്ഞില്ല, അവരുടെ മെഷീനറി വെച്ചിട്ട് പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർത്താൽ തുറന്നു കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ ചെയ്യുന്നില്ല. എന്താണ് നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ ആയി പോകുന്നത്? അതായത് ഇപ്പോൾ മുന്നേ ഒരു പ്രളയന്മാർ നടന്ന സമയത്ത് ഇവിടെ അതുപോലെ മണ്ണിടിഞ്ഞിട്ട് ഇതുപോലെ 2 മാസത്തോളം ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതായത് വഴിയൊക്കെ അടങ്ങി, പിന്നെന്തോ ചെറിയൊരു സർവീസ് റോഡ് വഴിയൊക്കെ ആയിരുന്നു അങ്ങനെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ കുറച്ച് ഭാഗം കൂടി ഉണ്ട്, അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ പറ്റുന്ന പറഞ്ഞാൽ. പക്ഷേ അത് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തന്നെ യാത്രാ സൗകര്യമൊക്കെ എല്ലാം ഇതാവുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്.